റേഡിയോ ലൈവ് ന്യൂസ് അപ്ഡേറ്റ് brought to you by ജോസ്കോ ജുവലേഴ്സ് ഷോറൂമുകളിൽ സ്വർണ്ണ വജ്രാഭരണങ്ങൾക്ക് ഓഫറുകളുടെയും സമ്മാനങ്ങളുടെയും വിരുന്നൊരുക്കി ജൂൺ 21 മുതൽ ഗ്രാൻഡ് NRI ഗോൾഡൻ ഫെസ്റ്റ്. നമസ്കാരം, ലൈവ് ന്യൂസ് അപ്ഡേറ്റിലേക്ക് സ്വാഗതം. വാർത്തകളുമായി അരുൺ. കുറഞ്ഞ നിരക്കിൽ ട്രെയിൻ യാത്ര സാധ്യമാക്കുന്നതിനാൽ ട്രെയിനുകളുടെ റെയിൻ എയർ എന്നറിയപ്പെടുന്ന ലൂമോ ഇപ്പോൾ ലണ്ടനിൽ നിന്നും സ്കോട്ട്ലാൻഡിലേക്ക് അതിശയകരമായ വിധം കുറഞ്ഞ നിരക്കിൽ യാത്രയ്ക്ക് സൗകര്യമൊരുക്കിയിരിക്കുന്നു. 35 പൗണ്ടിലും കുറഞ്ഞ നിരക്കിൽ ലണ്ടനിൽ നിന്നും സ്കോട്ട്ലാൻഡിൽ എത്താനാകും. ലണ്ടൻ കിങ്സ് ക്രോസിൽ നിന്നും എഡിൻബർഗിലേക്ക് ഏറ്റവും കുറഞ്ഞ നിരക്കിൽ യാത്ര ഒരുക്കുന്നതിൽ പ്രസിദ്ധി നേടിയ കമ്പനി 2021 ആരംഭിച്ചത്. രാജ്യ തലസ്ഥാനത്ത് നിന്നും വിവിധ നഗരങ്ങളിലേക്ക് സർവീസുകൾ നടത്തുന്ന കമ്പനിയുടെ ട്രെയിനുകൾ എല്ലാം തന്നെ ഇലക്ട്രിക് ട്രെയിനുകളുമാണ്. ഇപ്പോൾ ഗ്ലാസ്ഗോയിൽ നിന്നും ഹാൽക്കിർക്ക്, എഡിൻബർഗ്, വടക്കിഴക്കൻ ഇംഗ്ലണ്ട് എന്നിവയിലെല്ലാം ബന്ധിപ്പിച്ചുകൊണ്ട് ലണ്ടനിലേക്കുള്ള ഒരു പുതിയ സർവീസാണ് കമ്പനി പ്രഖ്യാപിച്ചിരിക്കുന്നത്. ലണ്ടനിൽ നിന്നും ഗ്ലാസ്ഗോയിലേക്കുള്ള ടിക്കറ്റ് നിരക്ക് വെറും 33.10 പൗണ്ട് മാത്രമാണ്. ന്യൂകാസിൽ നിന്നും ഗ്ലാസ്ഗോയിലേക്ക് വെറും 10.90 പൗണ്ട് നൽകി യാത്ര ചെയ്യാം. ഇക്കഴിഞ്ഞ ഡിസംബർ 16 മുതലാണ് ഈ പുതിയ സർവീസ് ആരംഭിച്ചത്. ലക്ഷക്കണക്കിന് മോർട്ട്ഗേജ് ഉടമകൾക്ക് ക്രിസ്മസ് സമ്മാനമായി ബാങ്ക് ഓഫ് ഇംഗ്ലണ്ട് വീണ്ടും അടിസ്ഥാന നിരക്കിൽ കുറവ് വരുത്തിയിരിക്കുകയാണ്. ലേബർ സർക്കാരിന്റെ നയങ്ങൾ തൊഴിൽ വിപണിയെ തകർക്കുകയാണെന്നും സാമ്പത്തിക രംഗം നിശ്ചലമായിരിക്കുകയാണെന്നും മുന്നറിയിപ്പിൽ പറയുന്നുണ്ട്. പലിശ നിരക്ക് 4-നെതിരെ 5 വോട്ടുകൾക്കാണ് 4% നിന്നും 3.75% കുറയ്ക്കാൻ തീരുമാനിച്ചത്. കഴിഞ്ഞ വേനലിന് ശേഷം ഇത് 6ാം തവണയാണ് പലിശ നിരക്കിൽ കുറവ് വരുത്തുന്നത്. 2023 ആദ്യ പാദത്തിന് ശേഷമുള്ള ഏറ്റവും കുറഞ്ഞ ബാങ്ക് നിരക്കാണ് ഇപ്പോൾ നിലവിൽ വന്നിരിക്കുന്നത്. പ്രതീക്ഷിച്ചതിലും വേഗതയിൽ പണപ്പെരുപ്പ നിരക്കിൽ വന്ന കുറവാണ് ഇപ്പോൾ പലിശ നിരക്ക് കുറയ്ക്കാനുള്ള ഒരു കാരണം. നിലവിൽ 3.2% പണപ്പെരുപ്പ നിരക്ക്. വരുന്ന ഏപ്രിൽ മാസത്തോടെ ഇത് ബാങ്ക് ലക്ഷ്യം വെക്കുന്ന 2% എത്തിക്കാൻ കഴിയുമെന്നാണ് ബാങ്ക് ഓഫ് ഇംഗ്ലണ്ടിന്റെ പ്രതീക്ഷ. അങ്ങനെ സംഭവിച്ചാൽ നേരത്തെ പ്രതീക്ഷിച്ചതിലും ഒരു വർഷം മുൻപ് തന്നെ ലക്ഷ്യം കൈവരിക്കാനായി എന്ന് ബാങ്കിന് അവകാശപ്പെടാനും കഴിയും. ഏതായാലും ഈ വാർത്ത മോർട്ട്ഗേജ് ഉള്ളവർക്ക് ഒരു സന്തോഷകരമായ വാർത്ത തന്നെയാണ് എന്ന് നിശ്ചയം. കഴിഞ്ഞ കുറച്ച് നാളുകളായി മോർട്ട്ഗേജ് നിരക്കുകൾ കുറഞ്ഞു വരുന്ന പ്രവണതയാണ് നിലനിൽക്കുന്നത്. അത് ഇനിയും തുടരുമെന്നാണ് സാമ്പത്തിക വിദഗ്ധർ പറയുന്നത്. അടിസ്ഥാന നിരക്കിനനുസരിച്ച് പോകുന്ന ട്രാക്കർ മോർട്ട്ഗേജിലുള്ളവർക്ക് പലിശ നിരക്കിൽ 0.25% കുറവ് ഉടനടി അനുഭവപ്പെടും. നിലവിൽ ഏറ്റവും കുറഞ്ഞ നിരക്കിലുള്ള ട്രാക്കർ മോർട്ട്ഗേജ് ഹാലിഫാക്സിന്റേതാണ്. 1499 പൗണ്ട് ഫീസ് ഈടാക്കി 4.11% നിരക്കിൽ നൽകിയിരുന്ന ഇത് ഇനി മുതൽ 3.86% ലഭ്യമാക്കും. ഹോങ്കോങ്ങിലെ ജനാധിപത്യ ഭരണം അവസാനിപ്പിച്ച് ചൈനയോട് കൂട്ടിച്ചേർത്തപ്പോൾ ലക്ഷക്കണക്കിന് ആളുകളാണ് പ്രത്യേക വിസയിൽ ബ്രിട്ടനിലേക്ക് പലായനം ചെയ്തത്. അങ്ങനെ പ്രത്യേക വിസയിൽ വന്നവർക്കും മനുഷ്യത്വ പരിഗണനയിൽ നൽകിയ മറ്റു ചില വിസകളിൽ വന്നവർക്കും ബ്രിട്ടനിൽ സ്ഥിരതാമസത്തിനുള്ള അനുമതി ലഭിക്കാൻ 10 വർഷം താമസിക്കണമെന്ന നിബന്ധന ഒഴിവാക്കണമെന്ന് 34 ലേബർ MPമാർ ഒപ്പിട്ട കത്തിലൂടെ സർക്കാരിനോട് ആവശ്യപ്പെട്ടു. ബ്രിട്ടനിൽ സ്ഥിരമായി താമസിക്കുന്നതിനും ജോലി ചെയ്യുന്നതിനും പഠിക്കുന്നതിനുമൊക്കെ ആവശ്യമായ ഇൻഡെഫിനിറ്റ് ലീവ് ടു റിമൈൻ ബ്രിട്ടീഷ് പൗരത്വം ലഭിക്കുന്നതിനുള്ള ആദ്യ പടി കൂടെയാണിത്. ILR ലഭിക്കുവാൻ ഒരു വ്യക്തി കുറഞ്ഞത് 5 വർഷം ബ്രിട്ടനിൽ താമസിച്ചിരിക്കണമെന്നായിരുന്നു നിബന്ധന. ഈ കാലാവധി 10 വർഷമാക്കിക്കൊണ്ട് നവംബറിലായിരുന്നു പ്രഖ്യാപനമുണ്ടായത്. എന്നാൽ ഈ മാറ്റം ഏകദേശം 2 ലക്ഷത്തോളം വരുന്ന ഹോങ്കോങ്ങിൽ നിന്നും ബ്രിട്ടീഷ് നാഷണൽ ഓവർസീസ് വിസയിൽ 2021 മുതൽ എത്തിയവരെ ബാധിക്കില്ല എന്ന് ഉറപ്പാക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് MPമാർ മൈഗ്രേഷൻ മന്ത്രി മൈക്ക് ടാപ്പിനാണ് കത്തെഴുതിയിരിക്കുന്നത്. നേരത്തെയുണ്ടായിരുന്ന കൺസർവേറ്റീവ് സർക്കാരാണ് ചൈനീസ് അധിനിവേശത്തെ തുടർന്ന് ഇവരെ ബ്രിട്ടനിൽ എത്തിച്ചത്. ഇനി നാട്ടിലെ വാർത്തകൾ. കേരളത്തിൽ വീണ്ടും ആൾക്കൂട്ട ആക്രമണം. വാളയാറിൽ ആൾക്കൂട്ട ആക്രമണത്തിൽ അന്യസംസ്ഥാന തൊഴിലാളി കൊല്ലപ്പെട്ടു. രാമനാരായണൻ ഭയ്യ ആണ് കൊല്ലപ്പെട്ടത്. ബുധനാഴ്ച വൈകിട്ട് പുതുശ്ശേരി പഞ്ചായത്തിലെ അട്ടപ്പള്ളത്താണ് സംഭവം. റോഡിൽ കൂടി നടന്നു പോവുകയായിരുന്ന രാമനാരായണൻ ഭയ്യെ ഒരു കൂട്ടം ആളുകൾ തടഞ്ഞു നിർത്തുകയായിരുന്നുവെന്നാണ് വിവരം. തുടർന്നുണ്ടായ വാക്കുതർക്കത്തിനൊടുവിൽ ആൾക്കൂട്ടം ഇയാളെ ക്രൂരമായി മർദ്ദിക്കുകയായിരുന്നു. ആക്രമണത്തെ തുടർന്ന് രക്തം വാർന്ന് റോഡിൽ കിടന്ന ഇയാളെ ആശുപത്രിയിലെത്തിച്ചത് 1.5 മണിക്കൂറിന് ശേഷമാണെന്ന് നാട്ടുകാർ പറഞ്ഞു. പോലീസ് എത്തിയെങ്കിലും ആംബുലൻസ് വരുന്നതുവരെ കാത്തിരുന്നെന്നും നാട്ടുകാർ ആരോപിച്ചു. മർദ്ദനത്തെ തുടർന്ന് അവശനിലയിലായ ഇയാളെ പാലക്കാട് ജില്ലാ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരുന്നു. എന്നാൽ പിന്നീട് മരണപ്പെട്ടു. സംഭവവുമായി ബന്ധപ്പെട്ട അട്ടപ്പള്ളം സ്വദേശിയായ പ്രശാന്ത് എന്നയാളെ പോലീസ് കസ്റ്റഡിയിലെടുത്തതായാണ് വിവരം. കേരളത്തിൽ തണുപ്പ് വീണ്ടും കഠിനമാകുന്നു. കഴിഞ്ഞ ദിവസങ്ങളിൽ വർദ്ധിച്ച തണുപ്പാണ് കേരളത്തിൽ അനുഭവപ്പെട്ടിരിക്കുന്നത്. കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെയും IMDAWS കണക്കുകൾ പ്രകാരം സംസ്ഥാനത്ത് ഇന്ന് ഏറ്റവും കുറഞ്ഞ താപനില രേഖപ്പെടുത്തിയത് ഇടുക്കി ജില്ലയിലെ കുണ്ടള ഡാമിലാണ്. മൂന്നാറിൽ 9.1 ഡിഗ്രി സെൽഷ്യസാണ് കുറഞ്ഞ താപനില. മറ്റ് മലയോര മേഖലകളിലും വടക്കൻ കേരളത്തിലും തണുപ്പ് 11 ഡിഗ്രി സെൽഷ്യസിനും 20 ഡിഗ്രി സെൽഷ്യസിനും ഇടയിലായി തുടരുന്നു. തണുപ്പിനൊപ്പം തന്നെ സംസ്ഥാനത്തെ ചില ജില്ലകളിൽ നേരിയ മഴയ്ക്കും സാധ്യതയുണ്ടെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചു. ഇനി സ്പോർട്സ് വാർത്തകൾ. കോപ്പ കൊളംബിയ ഫുട്ബോൾ ഫൈനലിനിടെ ആരാധകർ തമ്മിലുണ്ടായ സംഘർഷത്തിൽ 59 പേർക്ക് പരിക്കേറ്റതായി പോലീസ്. പരിക്കേറ്റവരിൽ 7 പേർ പോലീസ് ഉദ്യോഗസ്ഥരാണ്. ഡിസംബർ 17 മെഡജനിലെ അറ്റാനാസിയോ ഗിരാർഡോഡ് സ്റ്റേഡിയത്തിൽ നടന്ന മത്സരത്തിൽ അത്ലറ്റിക്കോ നാഷണൽ ഡെപ്പോർട്ടീവോ ഇൻഡിപെൻഡിയന്റെ മെഡജിനെ 1-0 തോൽപ്പിച്ചിരുന്നു. മത്സരത്തിന് ശേഷം ഇരു ടീമുകളുടെയും ആരാധകർ തമ്മിൽ സംഘർഷം പൊട്ടിപ്പുറപ്പെട്ടു. സ്റ്റേഡിയത്തിലെ പരിശോധനകളിൽ ആരാധകരിൽ നിന്ന് ആയുധങ്ങൾ, ഫ്ലെയറുകൾ, പടക്കങ്ങൾ എന്നിവ പിടിച്ചെടുത്തതായി പ്രാദേശിക പോലീസ് കമാൻഡർ വില്യം കാസ്റ്റാനോ പറഞ്ഞു. സംഭവവുമായി ബന്ധപ്പെട്ട് നിരവധി പേരെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇവർക്കെതിരെ ശക്തമായ നടപടിയെടുക്കുമെന്ന് കാസ്റ്റാനോ പോലീസ് പറഞ്ഞു.
ഫിഫ ലോകകപ്പ് 2026 വരുന്ന ജൂൺ ജൂലൈ മാസങ്ങളിൽ അരങ്ങേറാനിരിക്കെ ഭൂഖണ്ഡങ്ങളുടെ ഏറ്റുമുട്ടലിന് ഖത്തർ അവസരമൊരുക്കുന്നു. യൂറോപ്യൻ ചാമ്പ്യന്മാരായ സ്പെയിനും ലാറ്റിൻ അമേരിക്കൻ ചാമ്പ്യന്മാരായ അർജന്റീനയും തമ്മിലാണ് മത്സരം. ഫൈനലിസിമ 2026 എന്ന പേരിൽ ഖത്തറിലെ ലുസൈൽ സ്റ്റേഡിയത്തിലാണ് പ്രദർശന മത്സരം സംഘടിപ്പിക്കുന്നത്. ഫിഫ ലോകകപ്പ് 2022 അരങ്ങേറിയ ദോഹയിലെ പ്രസിദ്ധമായ ലുസൈൽ സ്റ്റേഡിയത്തിൽ 2026 മാർച്ച് 27-നാണ് മത്സരം. ലയണൽ മെസ്സിയുടെ നേതൃത്വത്തിൽ അർജന്റീന കിരീടമുയർത്തിയത് ഇവിടെയാണ്. ഇത്തവണ ലോകകപ്പ് നേടാൻ ഏറ്റവും അധികം സാധ്യത കൽപ്പിക്കപ്പെടുന്ന 2 ടീമുകളാണ് അർജന്റീനയും സ്പെയിനും. വടക്കേ അമേരിക്കയിലെ 3 രാജ്യങ്ങളിലായി 2026 ലോകകപ്പ് അരങ്ങേറുന്നതിന് മുൻപുള്ള കലാശ പോരാട്ടമായി ഈ മത്സരത്തെ വിശേഷിപ്പിക്കാം. ലയണൽ മെസ്സി നിൽക്കുന്ന അർജന്റീനയെ നയിക്കുമ്പോൾ സൂപ്പർ താരം ലമിൻ യമാലിന്റെ സാന്നിധ്യം സ്പെയിനിനെ കൂടുതൽ ആകർഷകമാക്കുന്നു. യമാലിന്റെ മികവിലാണ് അവർ ഇത്തവണ യൂറോ കപ്പ് ജേതാക്കളായത്. ബാലൻ ഡി ഓർ പുരസ്കാര പട്ടികയിൽ യമാൽ 2ാമത് എത്തിയിരുന്നു. റിയാദിൽ നടന്ന ആവേശകരമായ ഇറ്റാലിയൻ സൂപ്പർ കപ്പ് സെമി ഫൈനലിൽ AC മിലാനെ 2-0 പരാജയപ്പെടുത്തി നാപ്പോളി ഫൈനലിൽ കടന്നു. ഡാനിഷ് സ്ട്രൈക്കർ റാസ്മസ് ഹോയ്ലൻഡിന്റെ തകർപ്പൻ പ്രകടനമാണ് നിലവിലെ ജേതാക്കളായ മിലാനെതിരെ നാപ്പോളിക്ക് ആധികാരിക വിജയം സമ്മാനിച്ചത്. ഒരു ഗോളിന് വഴിയൊരുക്കുകയും ടീമിന്റെ 2ാം ഗോൾ നേടുകയും ചെയ്ത ഹോയ്ലൻഡ് തന്നെയായിരുന്നു മത്സരത്തിലെ താരം. 119.92 ഇന്ത്യൻ രൂപയാണ് ഇന്നത്തെ പൗണ്ട് വിനിമയ നിരക്ക്. ഇതോടെ ഇന്നത്തെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. അടുത്ത ബുള്ളറ്റിനുമായി വരും മണിക്കൂറുകളിൽ കേട്ടുമുട്ടാം. നന്ദി, നമസ്കാരം. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി റേഡിയോ ലൈം ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. പ്ലേ സ്റ്റോറിൽ നിന്നും ആപ്പ് സ്റ്റോറിൽ നിന്നും. Radio Lime.